chi-square പ്രോബ്ലത്തിലോട്ട് കടക്കാം. ആ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന വിധം, കണ്ടെത്തുന്ന വിധം എല്ലാം തന്നെ ഇതിലുള്ള രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചേ. ക്വസ്റ്റ്യൻ: ഔട്ട് ഓഫ് എ സാമ്പിൾ ഓഫ് 120 persons in a village, 76 persons were administered a new drug for preventing influenza, and out of them 24 persons were attacked by influenza. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലായത്? ഒരു വില്ലേജിൽ നിന്നും 120 പേഴ്സൺസിനെ സാമ്പിൾ ആയിട്ട് എടുത്തു. എന്നിട്ട് അവരിൽ ഇൻഫ്ലുവൻസ പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻ 76 പേഴ്സൺസിൽ യൂസ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും, അപ്ലൈ ചെയ്തവരിൽ 24 പേഴ്സൺസിന് ഇൻഫ്ലുവൻസ അറ്റാക്ക് ചെയ്യുകയും ചെയ്തതായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളൂടെ എടുക്കാം. ഏതൊക്കെ? ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റേർഡും നോട്ട് അഡ്മിനിസ്റ്റേർഡും അല്ലേ? ഇൻഫ്ലുവൻസയെ പ്രിവെന്റ് ചെയ്യാനുള്ള ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റേർഡ് ആൻഡ് നോട്ട് അഡ്മിനിസ്റ്റേർഡ്. ദെൻ ഇൻഫ്ലുവൻസ അറ്റാക്ക് ചെയ്തവരും അറ്റാക്ക് ചെയ്യപ്പെടാത്തവരും. അപ്പൊ ഇങ്ങനെ നാലായിട്ട് തിരിച്ചുകൂടെ? നമുക്ക് രണ്ട് കാര്യങ്ങളെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടേബിൾ കൊടുക്കാം. അപ്പൊ ന്യൂ ഡ്രഗ് administered, then next new drug not administered, next എന്താണ്? ഇൻഫ്ലുവൻസ അറ്റാക്ക് ചെയ്തവരും അറ്റാക്ക് ചെയ്യപ്പെടാത്തവരും. ഓക്കെ, അറ്റാക്ട്, നോട്ട് അറ്റാക്ട്. ഇൻഫ്ലുവൻസ അറ്റാക്ട് and influenza not attacked. അപ്പൊ ആ ടേബിൾ ഒന്ന് തിരിച്ചേ. ടേബിൾ തിരിച്ചപ്പം 2 കോളവും 2 റോയും വന്നു അല്ലെ? അപ്പൊ 2 കോളവും 2 റോയും വന്നതുകൊണ്ട് ഈ ടേബിളിനെ 2x2 കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയും. 2x2 കണ്ടിൻജൻസി ടേബിൾ. അപ്പം മറിച്ച് 3 റോസും 3 കോളംസും വരുന്നുവെങ്കിൽ ആ ടേബിളിനെ 3x3 കണ്ടിൻജൻസി ടേബിൾ എന്നാ പറയുക. ഇവിടെ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ടേബിളില് 2 columns and 2 rows. So this table is called 2x2 contingency table. ഓക്കെ, ചില സിറ്റുവേഷനിൽ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം കോളത്തിന്റെയും റോയുടെയും ഒക്കെ എണ്ണം മാറും. അതനുസരിച്ച് ടേബിളിന്റെ പേരും മാറും. ഓക്കെ, അപ്പൊ ഇനി ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അപ്പൊ 4 കോളവും വ്യക്തമായി ഓരോ ലൈൻ വായിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പം എന്ത് പറഞ്ഞ? ഔട്ട് ഓഫ് എ സാമ്പിൾ ഓഫ് 120 പേഴ്സൺസ്. ഇപ്പൊ ടോട്ടൽ നമ്പർ എത്രയാ? ടോട്ടൽ 120. ഇപ്പൊ കോളം വൈസ് കൂട്ടിയാലും റോ വൈസ് കൂട്ടിയാലും ഒക്കെ 120 ആണ്. 120 persons, 76 persons were administered a new drug. അപ്പം ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത ടോട്ടൽ നമ്പർ, ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റേർഡ് എത്ര? 76. ഓക്കെ, അപ്പം 76 പേഴ്സൺസിനെ ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തു. ദെൻ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് അല്ലേ? എന്ത്? 120 പേഴ്സൺസ് ഉള്ളതിൽ ഇൻഫ്ലുവൻസയുടെ ന്യൂ ഡ്രഗ് 76 പേഴ്സൺസിലെ അഡ്മിനിസ്റ്റർ ചെയ്തോളൂ. ദാറ്റ് മീൻസ് ബാലൻസ് 120 മൈനസ് 76 എന്ന് പറയുന്ന നോട്ട് അഡ്മിനിസ്റ്റേർഡ് ന്യൂ ഡ്രഗ്. അപ്പൊ അത് നമുക്ക് കണ്ടെത്തിക്കൂടെ? 120 മൈനസ് 76 ദാറ്റ് ഈസ് 44. അപ്പൊ അവിടെ നിന്ന് തന്നെ ആ സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് ഈ 3 കാര്യങ്ങൾ കിട്ടി. ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി നോക്കൂ. ഔട്ട് ഓഫ് 120 persons, 76 persons were administered a new drug
and the remaining 44 persons were not administered the new drug. അപ്പൊ ആ സെന്റൻസിൽ നിന്ന് തന്നെ അത്രയും ക്ലിയർ ആയി. ഇനി എന്താ പറയുന്നത് കൂടെ, ഔട്ട് ഓഫ് ദം മീൻസ് ഔട്ട് ഓഫ് ദ അഡ്മിനിസ്റ്റേർഡ് പേഴ്സൺസ് എത്ര 24 persons were attacked by influenza. The new drug administered 76 ആണ്. അതിൽ 24 persons were attacked by influenza. ഡ്രഗ് അഡ്മിനിസ്ട്രേർഡും ആണ് അറ്റാക്ഡും ആണ്. അങ്ങനെയുള്ളവർ എത്ര 24. അപ്പോൾ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് അല്ലേ? 76 persons മൊത്തം ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തവരുണ്ട്. അതിൽ 24 personsൽ ഇൻഫ്ലുവൻസ അറ്റാക്ക് ചെയ്തു. മീൻസ് ബാലൻസ് എത്ര വരുന്നു? 52. Balance 52 persons were not attacked by influenza. അല്ലേ? 76 പേരിൽ ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തു. പക്ഷെ അവരിൽ 24 പേർക്ക് ഇൻഫ്ലുവൻസ പിടിപെട്ടു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാലൻസ് 52നും ഇൻഫ്ലുവൻസ പിടിപെട്ടില്ല. ഓക്കെ, അപ്പം ഇൻഫ്ലുവൻസ അറ്റാക്ക് ചെയ്ത് 24 ആണെന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. നമുക്ക് ഉടനെ അടുത്തത് കണ്ടെത്താം. ബാലൻസ് 52 were not attacked. ഇനി നമ്മൾ അടുത്ത ലൈനിലോട്ട് പോവുകയാണ്. ഔട്ട് ഓഫ് ദോസ് ഹൂ വെയർ നോട്ട് അഡ്മിനിസ്റ്റേർഡ് ദ ന്യൂ ഡ്രഗ്. ഇപ്പൊ ന്യൂ ഡ്രഗ് നോട്ട് അഡ്മിനിസ്റ്റേർഡ് മൊത്തം എത്ര പേരുണ്ട്? 44. ആ 44ൽ ഔട്ട് ഓഫ് ദോസ് ഹൂ വെയർ നോട്ട് അഡ്മിനിസ്റ്റേർഡ് ദ ന്യൂ ഡ്രഗ്, ഈ ന്യൂ ഡ്രഗ് യൂസ് ചെയ്യാത്ത 44 personsൽ എത്ര പേർക്ക്? 12 persons were not affected by influenza. അപ്പൊ അവരിൽ 12 personsന് ഇൻഫ്ലുവൻസ അറ്റാക്ക് ചെയ്തില്ല. അപ്പം നോട്ട് അറ്റാക്ഡും നോട്ട് അഡ്മിനിസ്റ്റേർഡും എത്ര പേര്? 12. അപ്പൊ ആ കോളം ഫില്ല് ചെയ്തൂടെ? ഏത് കോളം? Not administered and not attacked. 12. അപ്പോഴിനി not administered ന്യൂ ഡ്രഗ്. ഇത്രയും കാര്യങ്ങൾ തന്നു. അപ്പോഴ് ഇനി അവരുടെ ക്വസ്റ്റ്യൻ എന്താ? ഇനി ബാലൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ കണ്ടിൻജൻസി ടേബിൾ ഷോയിങ് ആക്ച്വൽ ആൻഡ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ്. നമുക്ക് ഇനി എവിടെയൊക്കെ കോളം നമുക്ക് കണ്ടെത്താം? അപ്പൊ ബാലൻസ് കോളംസ് ഫില്ല് ചെയ്യാത്ത കിടക്കുന്ന എല്ലാം നമുക്ക് കണ്ടുകൂടെ? ഇപ്പൊ നോട്ട് അറ്റാക്ഡ് മൊത്തം എത്ര പേര്? 52 + 12 എത്ര വരുന്നു? 64. നോട്ട് അറ്റാക്ഡ് മൊത്തം 64. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? നോട്ട് അഡ്മിനിസ്റ്റേർഡ്, സോറി, ഇനി നമുക്ക് ഏത് കണ്ടുപിടിക്കാം? ഇൻഫ്ലുവൻസ അറ്റാക്ക് ചെയ്ത് ടോട്ടൽ എത്ര വരുന്നു? 124ല് നോട്ട് അറ്റാക്ഡ് 64 ആണെങ്കിൽ ബാലൻസ് അറ്റാക്ക് ചെയ്യപ്പെട്ടവരാണ്. അപ്പൊ 120 - 64 എത്ര വരുന്നു? 56. ദെൻ ഇനി ഏത് കോളം ഫില്ല് ചെയ്യാനുണ്ട്? നോക്ക്, ടോട്ടൽ അറ്റാക്ഡ് 56. അതിൽ ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തവർ 24 ആണെങ്കിൽ നോട്ട് അഡ്മിനിസ്റ്റേർഡ് എത്ര? 56 - 24 32. എല്ലാ കോളവും ഫിൽഡ് ആയില്ലേ? ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് കോളം ഫില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അതിൽ ഡേറ്റ കളക്ട് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ നമ്മൾ ഏതൊക്കെ വേരിയബിൾസ് ആണ്, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് നോക്കി 2ആയിട്ടോ ചിലപ്പോൾ 3ആയിട്ടോ ഒക്കെ തിരിക്കേണ്ടി വരും. ഇതുപോലെ കോളം പ്രിപ്പയർ ചെയ്ത് ഡേറ്റ അതിനകത്താക്കുക. ഓക്കെ.
അപ്പോൾ ഈ ടേബിളിനെ എന്ത് പറയാം? 2x2 കണ്ടിൻജൻസി ടേബിൾ എന്നാണ് പറയുക. കാരണം അവിടെ 2 കോളംസും 2 റോസും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ എ കണ്ടിൻജൻസി ടേബിൾ ഷോയിങ് ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. അപ്പൊ നമുക്ക് ഈ ടേബിൾ ഏതാണ്? നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന് ഹെഡിങ് കൊടുക്കാം, ദ കണ്ടിൻജൻസി ടേബിൾ ഓഫ്, അല്ലെങ്കിൽ 2x2 കണ്ടിൻജൻസി ടേബിൾ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്. ഹെഡിങ് കൊടുക്കുന്നു, 2x2 കണ്ടിൻജൻസി ടേബിൾ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്. ഇനി അടുത്തത് എന്താണ്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണിക്കുന്ന 2x2 കണ്ടിൻജൻസി ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അല്ലേ? ക്വസ്റ്റ്യൻ എയുടെ സെക്കൻഡ് പാർട്ടിലോട്ട് കടക്കുകയാണ്. അപ്പൊ നമുക്ക് ഹെഡിങ് എന്ത് കൊടുക്കാം? 2x2 കണ്ടിൻജൻസി ടേബിൾ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ഇതുപോലെ തന്നെ നമുക്ക് കോളം എല്ലാം സെറ്റ് ചെയ്യാം. കോളം അതുപോലെ തന്നെ നേരത്തെ വരച്ച പോലെ തന്നെ കോളം എല്ലാം സെറ്റ് ചെയ്തപ്പം ന്യൂ ഡ്രഗ് അഡ്മിനിസ്റ്റേർഡ്, ന്യൂ ഡ്രഗ് നോട്ട് അഡ്മിനിസ്റ്റേർഡ്, അറ്റാക്ഡ്, നോട്ട് അറ്റാക്ഡ്. എല്ലാം ക്ലിയർ ആയി. ഇനി നമ്മൾ അതിനകത്ത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഓരോ വാല്യൂവിന്റെയും, ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. അത് കാണാനുള്ള ഫോർമുല എന്താ പറഞ്ഞത്? R/C/N. അതായത് റോ ടോട്ടലിനെ കോളം ടോട്ടൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ കോളം ആദ്യത്തെ വാല്യൂ ഏതാണ്? 24. അതിൻ്റെത് നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പൊ 24ന്റെ കോളം ടോട്ടൽ 56, 24ന്റെ കോളം ടോട്ടൽ 56, റോ ടോട്ടൽ 76, ഗ്രാൻഡ് ടോട്ടൽ 120. ഇനി നമുക്ക് അതങ്ങ് അതിനകത്ത് എഴുതിയാലോ? 56 into 76 divided by 120. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം, ചെയ്ത് നോക്കാം നമുക്ക്. 76 into 56 divided by 120. അപ്പം 56 into 76 by 120, 35.5. ഇനി സെക്കൻഡ് വാല്യൂ 52, അതിൻ്റെത് കാണുകയാണ്. ഇപ്പൊ 52ന്റെ കോളം ടോട്ടൽ 64, റോ ടോട്ടൽ 76. അപ്പോഴെങ്ങനെ വരും? അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 64 into 76 divided by 120. Answer 40.5. ഇനി തേർഡ് നമ്മൾ 32ലോട്ട് വന്നു. 32. ഇപ്പൊ 32ന്റെ കോളം ടോട്ടൽ 56, അതിൻ്റെ റോ ടോട്ടൽ 44. അപ്പൊ എങ്ങനെ വരും? 56 into 44 divided by 120. Answer 20.5. ഇനി ലാസ്റ്റ് വാല്യൂ 12. 12ന്റെ കോളം ടോട്ടൽ 64, അതിൻ്റെ റോ ടോട്ടൽ 44. അപ്പം 64 into 44 divided by 120. Okay, and answer 23.5. In the second question, use chi-square test for finding out whether the new drug is effective or not. അപ്പോൾ chi-square test യൂസ് ചെയ്ത് ന്യൂ ഡ്രഗ് ഇഫക്റ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക.
ഇപ്പൊ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് നമുക്കറിയാം നൾ ഹൈപ്പോത്തിസിസ് എഴുതുക. അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് H0 എന്താണ്? 2 attributes are independent. 2 attributes are independent. നമ്മൾ കോമൺ ആയിട്ട് അത് കൊടുക്കുന്നു. ഇവിടെ ഏതാണ് 2 attributes? ഡ്രഗും ഇൻഫ്ലുവൻസയും. ഡ്രഗും ഇൻഫ്ലുവൻസയും ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഇനി നമ്മൾ ആ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? സിഗ്മ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. അപ്പം ഒയും ഇയും നമ്മളെ കോളത്തിലോട്ട് നമ്മൾ നേരത്തെ കോളം പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് താഴോട്ട് എഴുതുകയാണ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് കോളം ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഓർ O. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഓർ O. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ ആദ്യത്തെ ടേബിളിൽ എഴുതിയിരിക്കുന്നത് നോക്കി ഇങ്ങോട്ട് കൊടുക്കാം. 52, 12 അല്ല നമ്മളെ ടേബിള്. അപ്പൊ നമ്മള് കോളത്തിൽ നോക്കി നമുക്ക് വാല്യൂ താഴോട്ട് എഴുതാം. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആദ്യത്തെ 24, സെക്കൻഡ് 52, തേർഡ് 32, ഫോർത്ത് 12. Then അടുത്ത കോളം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓർ ഇ. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓർ ഇ. അപ്പൊ രണ്ടാമത്തെ കോളത്തിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എടുത്തെഴുതാം. 35.5, 40.5, 20.5, 23.5. അത്രയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് താഴെ ഫോർമുല എന്ന് കൊടുത്താലോ? കൈ സ്ക്വയർ കാണാനുള്ള ഫോർമുല. കൈ സ്ക്വയറിന്റെ ഫോർമുല സിഗ്മ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. അപ്പം ഫോർമുലയിൽ ഒന്ന് നോക്കിയിട്ട് സ്റ്റെപ്സ് ഒന്ന് പറയാം. എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ ഓയും ഇയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത കോളം O മൈനസ് ഇ കാണണം അല്ലെ? അടുത്ത കോളം O മൈനസ് ഇ. അതിന്റെ അടുത്ത കോളം O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ. O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ. അതിന്റെ അടുത്ത കോളം O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ലാസ്റ്റിൽ വേണം സം എടുക്കുന്നത്. ആ സം എത്രയാണോ ആ സം ആണ് കൈ സ്ക്വയറിന്റെ വാല്യൂ. സിഗ്മ കാണേണ്ടത് ലാസ്റ്റിലാണ്. അപ്പൊ നമുക്ക് 3 കോളം കാണണം. O മൈനസ് ഇ, O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ, O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഓക്കെ. അപ്പം ഓയും ഇ എഴുതി കഴിഞ്ഞല്ലോ. അപ്പൊ നെക്സ്റ്റ് കോളം O മൈനസ് ഇ. O മൈനസ് ഇ ആയപ്പം 24 മൈനസ് 35.5 മൈനസ് 11.5. അടുത്തത് 52 മൈനസ് 40.5 പ്ലസ് 11.5. നെക്സ്റ്റ് 32 മൈനസ് 20.5 പ്ലസ് 11.5. ലാസ്റ്റ് വൺ 12 മൈനസ് 23.5 മൈനസ് 11.5. നെക്സ്റ്റ് കോളം O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ഓരോ അതായത് 11.5ന്റെ സ്ക്വയർ എടുക്കുക. O മൈനസ് ഇയുടെ സ്ക്വയർ. അപ്പൊ 11.5ന്റെ സ്ക്വയർ 132.25. ഇനി അതങ്ങ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ പോരെ? കാരണം എല്ലാ O മൈനസ് ഇയും 11.5 ആണ്. അതുകൊണ്ട് നമ്മൾ ആ കോളം അങ്ങ് 132.5 കംപ്ലീറ്റ് ചെയ്താൽ മതി. എല്ലാം റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പോവുക. ഓക്കെ. ഇനി അടുത്ത കോളം എന്താണ്? O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. നെക്സ്റ്റ് കോളം O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. അപ്പൊ ഓരോ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയറിനെയും അതതിന്റെ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കൊന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് കോളം
132.25 divided by 35.5. 35.5. We get 3.7. 3.7. Next, 132.25 divided by 40.5. 40.5. E ആണ് 40.5. We get 3.3. Next, 132.25 divided by 20.5. 20.5 we get 5.6. Next, the last one, 132.25 divided by 23.5. We get 6.5. ഇനി അതിന്റെ സിഗ്മ കാണുക. അതിന്റെ സിഗ്മ എത്ര വരുന്നോ അതാണ് chi squareന്റെ വാല്യൂ. അതിന്റെ സിഗ്മ എന്ന് പറയുന്നത് എല്ലാം കൂടി സം ചെയ്തപ്പോൾ we get 19.1. 19.1. Okay? അപ്പം calculated value of chi square is, ഇപ്പോൾ chi squareന്റെ വാല്യൂ 19.1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണം? കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടു. ഇനി നമ്മൾ ടേബിൾ വാല്യൂയിലോട്ടാണ് പോകേണ്ടത്. അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണണം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കാണണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാം. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഫോർമുല r-1 ഇൻറ്റു c-1 ഓർ c-1 ഇൻറ്റു r-1. ഇവിടെ എത്ര കോളം ഉണ്ട്? 2 കോളം. അപ്പൊ C2. എത്ര റോ ഉണ്ട്? 2 റോ. അപ്പം 6ഉം 2 അല്ലേ? അപ്പൊ 2/2 കണ്ടിജൻസി ടേബിൾ ആകുമ്പോൾ c-1 2 - 1 ഇൻറ്റു r-1 2 - 1. ഇവിടുത്തെ c-1 ഇൻറ്റു r-1 അല്ലേ? ഇവിടുത്തെ c-യും r-ഉം എന്താണ്? നമ്മളെ കണ്ടിജൻസി ടേബിളിലെ റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും ആണ്. വേറെ എങ്ങൊന്നും എടുക്കരുത്. ഇപ്പൊ 2 കോളവും 2 റോയും ആയിട്ടാണ് നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്തത്. അപ്പൊ c 2 r 2. അപ്പം c-1 ഇൻറ്റു r-1 2 - 1 ഇൻറ്റു 2 - 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഇപ്പൊ ഡിഗ്രി ഫ്രീഡം എത്ര? 1. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഏതെടുക്കും? 5%. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 5% എടുക്കുന്നു. ഇനി നമുക്ക് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ടേബിൾ വാല്യൂ അല്ലേ? ഡിഗ്രി ഓഫ് ഫ്രീഡം 1ഉം ഡിഗ്രി ഓഫ് ഫ്രീഡം 1, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ഓർ 0.05. ഇപ്പൊ 0.05ന്റെ നേരെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആൻസർ 3.84. 3.84 ടേബിളിൽ കണ്ടല്ലോ, 3.84. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്തേ. അപ്പൊ കാൽക്കുലേറ്റഡ് വാല്യൂ എത്ര വന്നു? 19.1. ടേബിൾ വാല്യൂ എത്ര വന്നു? 3.84. അപ്പൊ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനാ പറഞ്ഞത്. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ അല്ലേ? 19.1 ആ വന്നേക്കുന്നത്. ഹിയർ calculated value of chi square is greater than the table value. Therefore, we reject the null hypothesis. We reject the null hypothesis. Reject ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? 2 attributes are independent. That means അതിനെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 attributes are not independent. That means they are associated. That means they are associated. അപ്പൊ ഫൈനൽ ആൻസർ എന്താ വരും? അസോസിയേഷൻ ഉണ്ട്. ആരൊക്കെ തമ്മില്? ന്യൂ ഡ്രഗും ഇൻഫ്ലുവൻസയും തമ്മിൽ അസോസിയേഷൻ ഉണ്ട്. Therefore, new drug is effective. Therefore,
ന്യൂ ഡ്രഗ് ഈസ് ഇഫക്റ്റീവ്. അപ്പൊ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ന്യൂ ഡ്രഗ് ഇൻഫ്ലുവൻസ പ്രിവെന്റ് ചെയ്യാൻ ഇഫക്റ്റീവ് ആണോ അതോ അല്ലയോ? ഹിയർ നമ്മൾ ഏത് കൺക്ലൂഷനിലെത്തി? ന്യൂ ഡ്രഗ് ഈസ് ഇഫക്റ്റീവ് ഇൻ പ്രിവെന്റിങ് ഇൻഫ്ലുവൻസ. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.